ദുർമരണം സംഭവിച്ച ആത്മാവ സുഭദ്രാമയുടേത്. വേണ്ടവിധം കർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ ഇല്ലല്ലോ. ദേഹം വെടിഞ്ഞ ദേഹി നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും സാർ. നല്ല രീതിയിൽ ബലികർമ്മം ചെയ്ത് ആത്മാവിനെ പറഞ്ഞയച്ചാലേ ആദ്യം മണ്ണിന്ന് പോവും സാറേ. ഒന്ന് ചെവി ഓർത്താൽ ഇപ്പോഴും കേൾക്കാൻ സാർ ആത്മാവിൻ്റെ നിലവിളി. ഈ വീട്ടിലും പരിസരത്തുമൊക്കെ മോക്ഷം കിട്ടാതെ അലയ്യ സുഭദ്രാമ്മ. അതിനെ വെല്ലുവിളിച്ചും അതിനോട് യുദ്ധം ചെയ്തും അതിൻ്റെ വഴിമുടക്കിയും സാർ എത്ര നാൾ പിടിച്ചിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്? എന്റെ മരണം വരെ. എന്താ മതിയോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല സാർ. പോകും മുമ്പ് ഒരു വാക്ക്. സ്വയം മരിക്കാനല്ലാതെ ഒരിക്കലും സുഭദ്രാമ്മയെ തോപ്പിക്കാൻ സാറിന് കഴിവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കളി തീക്കളിയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ പൊള്ളും. കളിക്കുന്നത് ചുടല ചെതയോടെ. ഓർത്താ നന്ന്. ഹലോ, എന്താ തുളസി? ഇല്ല, ഇന്ന് നീ തന്നെ പോയി എനിക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്താൽ മതി. ഇല്ല, എപ്പോ വരാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിവിടെ പ്രസാദ് സാറിന്റെ വീട്ടിലാ. ശരി, ഞാൻ വിളിക്കാം. എന്റെ ഭഗവാനെ, ഞാനിപ്പോ ഇനി എവിടെ ചെന്നൊന്ന് അന്വേഷിക്കാനാ? ഈ അഞ്ജലി എവിടെയാ എന്താന്നറിയാതെ തലയ്ക്ക് ഭ്രാന്തെടുക്കുകയാണല്ലോ. സീതമ്മേ, അഞ്ജലി, സീതമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. എന്റെ ഈശ്വര, എന്റെ മോളെ തിരിച്ചു കിട്ടിയല്ലോ. എന്താ സീതമ്മേ, എന്തു പറ്റി? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എവിടെയായിരുന്നു നീ ഇതുവരെ? എവിടെ പ്രസാദ് സാറ്? അത് പ്രസാദേട്ടൻ നാട്ടിലേക്ക് പോയി. പ്രസാദേട്ടന്റെ കുടുംബ വീട്ടിലേക്ക്. നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ അവിടേക്ക് ചെല്ലുമെന്ന് പറഞ്ഞിരുന്നത്? എന്നിട്ട് ഞാൻ അനിയത്തിമാരോട് ചോദിച്ചിട്ടൊന്നും അവിടെ എത്തിയിട്ടുമില്ല. അപ്പൊ പിന്നെ ഇതുവരെ നിങ്ങൾ എവിടാന്ന് പോലും അറിയാതെ ഞാൻ തിന്ന തീ എന്തുമാത്രമാണെന്ന് അറിയാമോ നിനക്ക്? ഒടുവില് വീട്ടിലിരുന്ന് ഭ്രാന്ത് പിടിച്ചിട്ടാ ഞാനിവിടെ വന്ന് പൂട്ടിയിട്ട് വീടിന് മുന്നിൽ ഇരുന്നത്. ഇനിയെങ്കിലും നീ തുറന്നു പറ, എന്ത് പറ്റിയതാ നിങ്ങൾക്ക്? എവിടെയായിരുന്നു ഈ ദിവസങ്ങളിൽ? അത് 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 പിന്നെ കള്ളം പറയരുത്. കഴിഞ്ഞ ദിവസം ഞാൻ എന്തുമാത്രം ദുസ്വപ്നങ്ങൾ കണ്ടെന്നറിയാമോ? നിന്നെ ഏതോ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചെന്നോ തീച്ചാമുണ്ടി കനല് വാരി എറിഞ്ഞ് രക്ഷിക്കാൻ വന്നു. അങ്ങനെ അതിന്റെ വെപ്രാളത്തില് നിന്നെയോ പ്രസാദ് സാറിനെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. നാട്ടിലേക്ക് വിളിച്ചപ്പോ ചെന്നിട്ടുമില്ലാന്ന്. എനിക്ക് ഓർക്കാൻ വയ്യ എനിക്ക് എന്തൊക്കെയാ സംഭവിച്ചെന്ന്. ഈ നെഞ്ചിലൊന്ന് തൊട്ട് നോക്ക്, അപ്പൊ അറിയാം അതിന്റെ പിഴപ്പ് എന്താന്ന്. അയ്യോ, ഇതെന്തു പറ്റി? കൈ എങ്ങനെ മുറിഞ്ഞത്? അയാൾ വീട്ടിൽ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നോ ആ മേഘനാഥൻ? വന്നത് മേഘനാഥനല്ല, അയാൾ അയച്ച കൊട്ടേഷൻകാരാ. രക്ഷിച്ചത് രക്തചാമുണ്ടിയല്ല, ഉച്ചുമാളി ഊരിലെ അമ്മൻ ദൈവമാ.
സത്യം പറഞ്ഞോ പ്രസാദേട്ടന് ജീവൻ തിരിച്ചു കിട്ടിയത് വെറും ഭാഗ്യമല്ല സീതമ്മേ, മഹാഭാഗ്യാണെന്ന് ഞാൻ പറയും. എന്റെ മോളെ, അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ ആദ്യം വേവലാതിക്ക് സത്യമായിരുന്നോ? ഞാൻ ഒരുങ്ങിയ ഒരുക്കം എനിക്കറിയാവൂ. അതിന് കാരണമുണ്ട്. എന്നും സീതമ്മ ഞങ്ങളുടെ അമ്മയല്ലേ. മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാ ഉൾവിളി കിട്ടുമെന്ന് ഉറപ്പാ. ഏതായാലും ആ അവസ്ഥ കഴിഞ്ഞല്ലോ, ദൈവം തുണച്ചു. ഇനിയെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. നീ എല്ലാ കാര്യവും പ്രസാദ് സാറിനോട് തുറന്നു പറയണം. പറഞ്ഞേ പറ്റൂ. അയ്യോ, അത് പറ്റില്ല. സമയമായിട്ടില്ല അത് പറയാൻ. സമയമായിന്ന് മാത്രമല്ല, സമയം അതിക്രമിച്ചു എന്നേ ഞാൻ പറയൂ. നീ പറഞ്ഞു കേട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രസാദ് സാറിനേക്കാളും യോഗ്യനായ മറ്റൊരു പുരുഷനും നിനക്ക് ഈ ഭൂമിയിൽ ഇല്ലെന്നാണ്. അതുകൊണ്ട് ഇനി ഒരു തിരിഞ്ഞുനോട്ടം ഇല്ല. ആ മേഘനാഥനാണ് ശത്രുവെന്ന് പ്രസാദ് സാർ അറിയണം. ഇനി നിന്റെ യുദ്ധം ഒറ്റയ്ക്കല്ല, ഒരുമിച്ചാവണം. നീ ഒരു വാൾത്തലയാണെങ്കിൽ പ്രസാദ് സാർ ഒരു പരിചയമാവണം. എന്നാലേ മേഘനാഥനെ ജയിക്കാനാകും. ഒറ്റയ്ക്കല്ല, ഒരുമിച്ചാൽ മാത്രം. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിൽ ശാസ്ത്രജാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയോ മടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോട് അരുളു ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാര നീ. തന്നങ്കിത തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തീർക്കോപ്പിതാ കിടക്കുന്നു എന്ന് വന്നിടാരോ പൊട്ടിച്ചാരോ. അച്ഛൻ വന്നല്ലോ. അച്ഛാ, പ്രസാദേട്ടൻ വന്നു. അച്ചുട്ടാ, നീ അങ്ങ് തക്കടുവായല്ലോ. അച്ഛന്റെ മോൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് നന്നായി ഭാരം കൂട്ടിയല്ലേ? കഴിച്ചെന്നേ. ഇവിടെയുള്ള എല്ലാവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടാ. ആഹാ, നിറയെ കഴിപ്പിച്ചു. നീ എന്താ മോനെ ഇത്ര വൈകിയത്? ദിവസം എത്രയായി വരാന്ന് പറഞ്ഞിട്ട്? പെട്ടെന്നാമേ പ്രതീക്ഷിക്കാതെ 1-2 വർക്കുകൾ വന്നത്. അതിന്റെ അറേഞ്ച്മെന്റുകൾ കൂടി കുറെ താമസിച്ചു. വർക്ക് വന്നോ? എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടല്ലോ. അതെ അതെ, ഫോൺ വിളിച്ചിട്ട് ഒന്ന് എടുത്തത് പോലുമില്ല നീ. അയ്യോ മതി. അല്ല, നിങ്ങൾക്കാർക്കും പരാതിയൊന്നുമില്ലേ? അതുകൂടി തീർത്തിട്ട് വേണം എനിക്ക് അകത്തോട്ട് കയറാൻ. എനിക്ക് പരാതിയില്ല. എന്തായാലും വന്നല്ലോ, ഇനിയിപ്പോ എന്താ പ്രശ്നം? അതെ അതെ, അത് തന്നെ വലിയ കാര്യം. എനിക്കും പരാതിയില്ല. സന്തോഷം. അല്ല, നീ എന്താ അഞ്ജലിയും കൂട്ടി വരാത്തത്? ഞാനും അത് തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചേ. ചേച്ചി എവിടെ പോയി? അത് പറഞ്ഞില്ലല്ലോ. വർക്ക് കഴിഞ്ഞപ്പോ അവക്ക് വല്ലാത്ത ക്ഷീണമായി. കൂടാത്തതിന് ചെറിയൊരു പനിക്കോളും. ഇനിയിപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനും ദിവസങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വരണ്ടാന്ന് ഞാനാ പറഞ്ഞത്. എന്തായാലും വലിയച്ച് വേണമായിരുന്നു. ചേച്ചി ഇല്ലാത്തോണ്ട് എന്തോ ഒരു കുറവ് പോലെ. വയ്യാന്ന് പറഞ്ഞാ വിശ്രമിക്കാൻ പറയല്ലേ നല്ലത്. വെറുതെ യാത്ര ചെയ്ത് അസുഖം വലുതാക്കുന്ന എന്തിനാ? വാ അച്ഛാ, അച്ഛന് വിശക്കുന്നില്ലേ? വാ, വല്ലതും കഴിക്കാം നമുക്ക്. കണ്ടോ, എന്റെ മോന് മാത്രമേ ഉള്ളൂ എന്നോടൊരു കരുതൽ. നിന്റെ ഏത് മോൻ? അല്ല, നീ വന്നപ്പോ മുതലേ ശ്രദ്ധിക്കുന്നത്. ഞാനും രുക്മിണി അറിയാതെ നിനക്കേതാ ഒരു മോൻ? ഈ കുട്ടി നിന്നെ അച്ഛാന്നും നീ അവനെ മോനെന്നും വിളിക്കുന്ന കേട്ടല്ലോ. നീ എന്താ ഞങ്ങളെ കബളിപ്പിക്കായിരുന്നു ഇത്രയും കാലം? ആര്യേ, ആരതി, നിങ്ങൾ അകത്തിന്ന്
എനിക്കെന്താ കഴിക്കാനുള്ളത് നോക്ക്. അച്ചൂട്ടനെ കൂടെ കൂട്ടിക്കോ. വാ. എന്റെ പൊന്നച്ച, അച്ഛനെ അമ്മയെന്നല്ല, ഈ ലോകത്ത് ആരെയും കബളിപ്പിക്കാൻ പറ്റുന്നുള്ള മൂഢവിശ്വാസമൊന്നും എനിക്കില്ല. ഒരു തരത്തിൽ ഞാൻ പറ്റിക്കുന്നത് എന്നെ തന്നെയാ, കൂട്ടത്തിൽ ആ പാവം കുഞ്ഞിനെയും. എന്താടാ നീ തത്വം പറയുന്നത്? കാര്യം എന്താന്ന് വെച്ചാൽ അത് പറയ്. ഞാൻ പറയാം. അഞ്ജലി ചേച്ചിയുടെ കുഞ്ഞാ ഈ അച്ചൂട്ടൻ. കുഞ്ഞിലെ തന്നെ അമ്മയും അച്ഛനും മരിച്ചുപോയി. ഒരു ദിവസം സ്കൂളിലെ ഫാദേഴ്സ് ഡേക്ക് എല്ലാ കുട്ടികളും അച്ഛനെ വിളിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് മാത്രം കൂട്ടിയെല്ലാൻ അച്ഛനില്ലായിരുന്നു. ആ വിഷമം നേരിട്ട് മനസ്സിലാക്കിയപ്പോൾ വലിയേട്ടൻ ആ വേഷം കെട്ടി അവൻ്റെ കൂടെ സ്കൂളിൽ പോയത്. അന്നു മുതൽ അവൻ വലിയേട്ടനെ അച്ഛാന്ന് വിളിച്ചു. മാത്രമല്ല, മറ്റു കൂട്ടുകാരോടും അവൻ വലിയേട്ടനെ പരിചയപ്പെടുത്തിയത് സ്വന്തം അച്ഛനാണെന്നാ. പിന്നീട് തിരിച്ചു പോരുമ്പോൾ അവനെ വെളിതിരുത്താൻ തീരെ മനസ്സിലായിരുന്നു. ഒരച്ഛന് വേണ്ടി, അച്ഛൻ്റെ വാത്സല്യത്തിനും കരുതലിനും വേണ്ടി അവൻ്റെ മനസ്സ് എത്രമാത്രം ആഗ്രഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. അന്നു മുതൽ ഞാൻ അവൻ്റെ അച്ഛനും അവൻ എൻ്റെ മോനുമായത്. ഞാൻ അവൻ്റെ അച്ഛനല്ലെന്ന് ആര് പറഞ്ഞാലും അവന് വിഷമാവും. അവന് മാത്രമല്ല, എനിക്കും. ചന്ദ്രേട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി. അന്യനായ ഒരു കുഞ്ഞ് സ്വന്തം മകനെ അച്ഛ എന്ന് വിളിക്കുന്നത് അംഗീകരിക്കാൻ ആർക്കായാലും അല്പം പ്രയാസമുണ്ടാവും. പക്ഷേ ഇതൊരു നല്ല കാര്യത്തിനാണ് ചന്ദ്രേട്ട. പ്രസാദിനെ അവൻ അച്ഛ എന്ന് വിളിക്കുന്നത് പോലെ പ്രസവിക്കാത്ത അഞ്ജലിയെ അവൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ അവർ രണ്ടുപേരുടെയും മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ. എനിക്ക് മനസ്സിലായ കാര്യങ്ങള്. ഈ അച്ഛാന്ന് വിളിയിലൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നാളെ അഞ്ജലിയെ പ്രസാദ് കല്യാണം കഴിച്ച അച്ചൂട്ടന് ആ വിളിയെന്നെ തുടരാലോ. അതെ, അത് തന്നെ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കും ചന്ദ്രേട്ടാ. ഭഗവാന്റെ നിശ്ചയം ആർക്കാ മറികടക്കാൻ കഴിയുക? അതും അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. അതെ അതെ, ഈശ്വരോ രക്ഷ. പ്രസാദേ വാ, ഭക്ഷണം കഴിക്കാം. എന്റെ തല വെട്ടി മാറ്റിട്ടെ നീയൊക്കെ ഇവളുടെ ദേഹത്ത് തൊടുകൊള്ളുന്നു. നല്ല കക്ഷിയാ നീ. ഒരിക്കലും പറഞ്ഞ അനുസരിക്കില്ല അല്ലേ? ഇരിക്കും. എത്ര തവണ പറയണം ആഹാരം കഴിക്കുമ്പോൾ ഓരോന്നോർത്ത് അശ്രദ്ധ കാണിക്കരുതെന്ന്? അതല്ലേ ഇങ്ങനെ വിൽക്കാൻ ചുമക്കാൻ ചെയ്യുന്നത്. ദാ കുടിക്ക്, ആശ്വാസം കിട്ടട്ടെ.
ഇനി പറ, എന്താ എത്ര സീരിയസ് ആയിട്ട് ആലോചിച്ചത്? അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാത്രമായിരുന്നില്ലേ ഒരുമിച്ച്. അതോർത്ത് ഇന്ന് ഒറ്റയ്ക്ക് ആഹാരം കഴിക്കാനിരുന്നപ്പോ ഒരു വിഷമം. എന്തിന്? ഭാര്യ ഭർത്തക്കന്മാരെ പോലെ എല്ലാ കാലവും ഒരുമിച്ച് ജീവിക്കാന്ന് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചവരൊന്നും അല്ലല്ലോ നമ്മള്, ആണോ? അല്ലല്ലോ. എന്തായാലും ഒരു ദിവസം നമ്മൾ പിരിഞ്ഞേ പറ്റൂ. എന്താ, ശരിയല്ലേ? ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചില്ല. എന്നാ ആലോചിക്കണം. ഒരുമിച്ച് ജീവിക്കാന്ന് യാതൊരു എഗ്രിമെന്റും ഇല്ലാതെ ഒരു നാടകം കളിച്ച് തുടങ്ങിയതാ നമ്മള്. സത്യം പറഞ്ഞാ വേറെ അന്യരാണ് നമ്മളിപ്പോഴും. യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് മനുഷ്യർ, അത്രമാത്രം. എന്തിനാ താൻ കരയുന്നേ? നിക്ക്. അതെന്തിനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറയുന്നതിൽ എന്താ അർത്ഥം? അഞ്ജലി, എന്തിനാ കരഞ്ഞെന്ന് പറഞ്ഞിട്ട് പോ. നമ്മൾ ആരെയെങ്കിലും കുറിച്ച് ഓർത്ത് കരഞ്ഞ ആ കണ്ണീര് എതിരെ നിൽക്കുന്ന ആളെ പൊള്ളിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കരച്ചിലിന് ഒരർത്ഥം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തിനാ പ്രസാദേട്ടൻ അന്യായ എന്നെ കാണാൻ ഈ രാത്രി ഓടി വന്നത്? അത് പറയണം. നീ ഒരിക്കലും തനിച്ചാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി പറ, എന്തിനാ കരഞ്ഞത്? അത് പ്രസാദേട്ടൻ എന്നെ വിട്ടു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നും എന്റെ കൂടെ വേണമെന്ന്. അഞ്ജലി, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഐ തിങ്ക് ഐ ആം ഡീപ്ലി ഇൻ ലവ് വിത്ത് യു. ഈശ്വര, എന്തിനാ എനിക്കിപ്പോ ഇങ്ങനത്തെ ആലോചനകള്? പ്രസാദേട്ടനെയാണോ ഞാൻ എന്റെ പുരുഷനായി കാണുന്നത്, അതോ എന്റെ കൃഷ്ണനെയോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ദുർമരണം സംഭവിച്ച ആത്മാവ സുഭദ്രാമേടം. ദേഹം വെടിഞ്ഞ ദേഹി നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും സാർ. ജയം ഒരിക്കലും ശാശ്വതമാവില്ല. തൃപ്പങ്ങോട്ട് ദേശത്തിന്റെ ഈ ശ്രീമൂലസ്ഥാനത്ത് വെച്ച് നിങ്ങളെ ഞാൻ ശപിക്കാം. മനസമാധാനമില്ലാതെ ഭാവിയിൽ നരകിക്കും.
രോഗപീഠകൾ നിങ്ങളെ വലയം ചെയ്യും. വിശ്വസിച്ചവര് പോലും ചതിക്കാൻ കരുക്കൾ നീക്കും. ഒരാഗ്രഹവും സാധിക്കാതെ മനസ്സ് തകർന്ന് ചെയ്ത തെറ്റുകളുടെ പാപങ്ങൾ വേട്ടയാടി ഇഞ്ചിഞ്ചായിട്ട് നിങ്ങൾ മരിക്കും. നിങ്ങളുടെ കുഞ്ഞിനെ നൊന്തു പ്രസവിച്ച് ഈ അമ്മയുടെ ശാപമായത്.